വാർത്തയിലേക്ക് വാൻഹായ് കപ്പലിൽ നിന്നും കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക് എന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. മറ്റന്നാൾ മുതൽ കണ്ടെയ്നറുകൾ തീരത്തേക്ക് വന്നടിയും. എറണാകുളം, ആലപ്പുഴ, കൊല്ലം തീരങ്ങളിലാണ് മുന്നറിയിപ്പ്. കണ്ടെയ്നറുകളിൽ തുടരുതെന്നും 200 മീറ്റർ അകലം പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. KR സാജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. KR സാജു, ഒരു ആശങ്കയുടെ വക്കോളമാണ് ഇപ്പോൾ കേരള തീരം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കണ്ടെയ്നറുകളിൽ അപകടകരമായ സാന്നിധ്യങ്ങളടങ്ങിയ വസ്തുക്കൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഏത് തരത്തിലുള്ള മുന്നറിയിപ്പാണ് ഉള്ളത്? അജി, വാൻഹായ് 503 എന്ന കപ്പലിൽ നിന്നും അത് തീപിടിച്ച ദിവസം തന്നെ 25ഓളം കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിരുന്നു. അവ കേരള തീരത്തേക്ക് തിങ്കളാഴ്ച മുതൽ ഒഴുകിയെത്തിയേക്കും എന്നാണ് ഇപ്പോഴുള്ള നിഗമനം. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായി ഇവ എറണാകുളത്തിന്റെ എറണാകുളം തീരത്തിന്റെ തെക്കുഭാഗത്തും അതുപോലെ കൊല്ലം, ആലപ്പുഴ തീരങ്ങളിലും വന്നടിഞ്ഞേക്കാമെന്നാണ് ഇപ്പോഴുള്ള കണക്കുകൂട്ടലുകൾ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത്തരം വസ്തുക്കൾ കടലിലോ സമീപത്തോ കണ്ടാൽ 200 മീറ്റർ അടുത്തേക്ക് ആരും പോകരുത് എന്നാണ് നിർദ്ദേശം. ഒപ്പം തന്നെ ഇത്തരം വസ്തുക്കളിൽ ആരും സ്പർശിക്കുകയും ചെയ്യരുത്. എവിടെയെങ്കിലും കണ്ടെയ്നറുകളോ അതിൽ നിന്നുള്ള വസ്തുക്കളോ അടിഞ്ഞാൽ ശ്രദ്ധയിൽപ്പെട്ട 112 എന്ന നമ്പറിൽ അറിയിക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അജി, ഈ കപ്പലിൽ മാരകമായ കീടനാശിനികൾ അടക്കമുള്ളവ ഉണ്ട് എന്ന് നേരത്തെ തന്നെ അതിന്റെ കാർഗോ മാനിഫെസ്റ്റ് പുറത്തു വന്നപ്പോൾ വ്യക്തമായതാണ്. ഇതിൽ ഏതൊക്കെ കണ്ടെയ്നറുകളാണ് ആ അപകട ദിവസം കടലിൽ പതിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം കപ്പൽ ഇപ്പോഴും തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന നിലയിൽ തന്നെയാണ് ഉള്ളത്. അതിനാൽ തന്നെ അത്തരം ഒരു കണക്കെടുപ്പൊന്നും അസാധ്യമാണ്. സ്വാഭാവികമായും തീരത്തേക്ക് വരുന്നതിൽ മാരകമായ വസ്തുക്കൾ ഉള്ളവ ഉണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അതിനാൽ കനത്ത ജാഗ്രത പാലിക്കേണ്ട സന്ദർഭമാണിത്. അജി.